ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എങ്ങോട്ട് നമ്മൾ പോകുന്നല്ലേ? സ്കൂൾ പർച്ചേസിങ്ങിനാണ് കേട്ടോ. നിങ്ങളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്തോ. ഇത് ഞാൻ പോകുന്നത് മെയ് 20 കേട്ടോ. ഞങ്ങൾ എങ്ങനെ പോകണമെന്നല്ലേ, ഇബ്ബ റോട്ടിൽ കയറിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇബ്ബാനപ്പാണ് പോകുന്നത് കേട്ടോ. എന്തത് ഇത്ര വൈകിക്കണമെന്നല്ലേ? എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും കുറേ വീഡിയോസൊക്കെ ഉണ്ടായതുകൊണ്ട് ഓരോന്ന് എഡിറ്റ് ചെയ്ത് മെല്ലെ വരുന്നുള്ളൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മണ്ണാർക്കാട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് എൻ്റെ വീട് എവിടെയെന്നല്ലേ? മണ്ണാർക്കാട് നിന്ന് കുറച്ച് പോയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ പോകാൻ പോകുന്നത് ബഡാ ബസാറിലേക്കാണ്. ബഡാ ബസാറിൽ ഓഫർ ഉണ്ട് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ആ ബഡാ ബസാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് ഈ ഷോപ്പ് എന്നൊക്കെ അറിയില്ല നിങ്ങൾ വിചാരം. നമ്മൾ സുഡിയോൻ്റെയും ഇമേജൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത്. അങ്ങനെ കയറി വരുമ്പോഴത്തേന് നമ്മൾ കാണാൻ പോകുന്നത് എന്താ, ചെരുപ്പിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ആദ്യം തന്നെ ഇമ്മ എന്ത് ചെയ്തു, അനിയനിക്ക് ചെരുപ്പ് എടുക്കാമെന്ന് എഴുതി. അങ്ങനെ അനിയനിക്ക് ചെരുപ്പ് എടുത്ത് ഞങ്ങൾ അവിടുന്ന് അപ്പുറത്തെ സെക്ഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ എനിക്കും അനിയത്തിക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടോ. ഇതുപോലത്തെ ഒരു ഫ്ലിപ്പ് ചെരുപ്പ് ഞാൻ എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, വീട്ടിലിടാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചെരുപ്പ്. ഞാൻ എൻ്റെ ചെരുപ്പ് എടുക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ അനിയത്തിൻ്റെ ചെരുപ്പ് എടുക്കുന്ന വീഡിയോ കാണിച്ചിട്ട് ഞങ്ങൾക്ക് രണ്ടൊക്കെ സെയിം തന്നെയാണ് കളർ വരുന്നത്. ഒരു പിസ്ത കളറാണ് വന്നിട്ട്. അപ്പോൾ അങ്ങനെ ധാന്യത്തിക്ക് ചെരുപ്പ് എടുക്കുകയാണ്. ഉള്ള സൈസൊക്കെ നോക്കിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ധാന്യത്തിക്ക് ഒരേപോലെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലാവൻഡർ കളർ വന്നിട്ടുണ്ടായിരുന്നു, പർപ്പിൾ ഉണ്ടായിരുന്നു, ഡാർക്ക് ബ്ലൂ ഉണ്ടായിരുന്നു, ഡാർക്ക് ഗ്രീൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ പിസ്ത കളർ എടുത്ത് അതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതാ നല്ല ക്യൂട്ട് ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള ബാഗുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് എനിക്കും അനിയത്തിക്കൊക്കെ ബാഗ് എടുക്കാനാണ്. പക്ഷേ അനിയത്തിക്ക് ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അനിയത്തിക്ക് എടുത്തിട്ടുണ്ടായില്ല. നാളെ നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് പോയപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ. നെക്സ്റ്റ് സ്റ്റോപ്പ് പോയപ്പോൾ അനിയത്തിക്ക് ഒരു ബാഗ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ 2 ബാഗുകൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച ബാഗ് ഇവിടെ പിൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു വിചാരിക്കുന്നു. അപ്പോൾ അതിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലാവൻഡർ ലൈറ്റ് പിങ്കും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്തത് വേറെ ബാഗാണ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ എന്തൊക്കെ വാങ്ങിയില്ല ഷോപ്പിങ്ങൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് സ്റ്റോപ്പ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായില്ല, ഒക്കെ ഞാൻ മറന്നിക്കാണ് ഗൈസ്. മറിവ് എല്ലാവർക്കും ഉണ്ടാവില്ലേ. പിന്നെ ഞാൻ അവിടെ ഒരു പീച്ച് ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു ആ ബാഗ് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ നോക്കുമ്പോൾ ഞാൻ എടുത്ത ബാഗിൻ്റെയും അതിൻ്റെ വില ഒരേ വിലയായിരുന്നു കേട്ടോ. നല്ല ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു, ആ ബാഗിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ബാഗ് എനിക്ക് അവിടെ ഉണ്ടായില്ല. പിന്നെ എനിക്ക് കുറച്ച് കളേഴ്സും പെയിൻറ്റൊക്കെ വാങ്ങാനുള്ളതായതുകൊണ്ട് ഞാൻ അതൊക്കെ സെലക്ട് ചെയ്യണം. അനിയത്തിക്കൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ക്യൂട്ട് കട്ടറുകളുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ക്രാഫ്റ്റിന് ഉദ്ദേശിച്ച കുറച്ച് സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല, കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ബോക്സിൻ്റെ സെക്ഷനിലേക്കായിരുന്നു. അങ്ങനെ അനിയത്തിക്കും എനിക്കും ഒക്കെ ആൾക്കാർക്കൊക്കെ ബോക്സ് വന്നിട്ട് പിന്നെ ഈ ഒരു പൗച്ച് എനിക്ക് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വില അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായില്ല. നിങ്ങൾക്ക് വെറുതെ വീഡിയോയിലൊന്ന് കണ്ടോട്ടെ കരുതിയിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ വീഡിയോ കുറേ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറേ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം പൗച്ചിൽ എടുക്കാൻ കരുതിയിട്ട് പൗച്ച് എടുക്കാൻ പോയി. പിന്നെ എനിക്ക് ബോക്സിനെ വന്നിട്ട് ഞാൻ ബോക്സ് എടുത്തു കിട്ടും. പിന്നെ അനിയത്തിക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ മിററും ഇതുപോലത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ് ഗൈസ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാണ് എൻ്റെ പണി ഗൈസ്. പിന്നെ നമ്മൾ ബില്ലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബില്ലെന്ന് പറഞ്ഞാൽ മറക്കാതിരിക്കാനൊരു ബില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്നാൽ തന്നെ കുറേ മറന്നിട്ടുണ്ടായിട്ടോ. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ പൊതി മാറ്റണം എന്ന് പറഞ്ഞിട്ട് ആദ്യം അനിയത്തി വെള്ള പൊതി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൾക്ക് അത് വേണ്ട മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത പൊതി എടുക്കാൻ പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ അടുത്ത പൊതി വേറെ ആയിരുന്നു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഓൾക്ക് അതേ പൊതി വേണമെന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പോകാൻ ഇങ്ങനത്തെ പൊതിയായിരുന്നു കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓൾക്കും അതിനെ വേണമെന്ന് പറഞ്ഞിട്ട് ഓല് തപ്പി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓൾക്ക് വേണ്ടത് ഓല് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം അവിടെ കാണാൻ വൈറ്റാണ് കേട്ടോ ഓല് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അത് എടുത്ത് വന്നപ്പോൾ എനിക്കും അത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അടുത്തത് എന്താ എഴുതിയിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് അടുത്തത് നോക്കിയിട്ട് ബില്ലും അങ്ങനെ കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസ് വാങ്ങാനേ പോയത്. പിന്നെ ഞാൻ ടവൽ എഴുതിയിട്ടാണ് നോക്കിയപ്പോൾ ടവലില്ലായിരുന്നു കേട്ടോ. പിന്നെ ടാപ്പുകൾ വേണം, ചൂസി ടാപ്പ് അങ്ങനത്തെ കുറച്ച് ടാപ്പുകളൊക്കെ വേണം. അങ്ങനെ അതൊക്കെ വാങ്ങി. പിന്നെ നമ്മൾ മിറർ വാങ്ങണോടത്തേക്ക് പോയിട്ടോ. പക്ഷേ ഞാൻ ഈ മിറർ വാങ്ങണ വീഡിയോ എടുക്കാൻ മറന്നു ഗൈസ്. എല്ലാ സംഭവവും ഉണ്ട്, ക്യൂട്ട് പ്ലാന്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മിറർ വാങ്ങി ഞാൻ എന്ത് ചെയ്തു, കുറച്ച് സ്ലൈഡും ഹെയർ ബാൻഡും അനിയത്തിക്കൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നിക്കാണ് ഗൈസ്. പിന്നെ ഇരിക്കണം മുടി ഗൈസ്. ഞാനായി കണ്ടിട്ട് കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റാണ് നമ്മൾ ബുക്ക് എടുത്തത് കേട്ടോ. ബുക്കും കുടയൊക്കെ അങ്ങനെ ബുക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അവിടെ ഒരു ബുക്ക് കണ്ടു ഗൈസ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ബട്ട് അത് ഫുള്ള് വൈറ്റ് ആയിരുന്നു കേട്ടോ. അതിനുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഫുൾ വൈറ്റ് ആയിരുന്നു. പിന്നെ ഞാൻ അടുത്ത ബാഗ് ഇതാണ് കേട്ടോ. അങ്ങനെ ഇബ്ബ വന്നിട്ട് ഇബ്ബാക്കൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ 3 ബാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ഇബ്ബാക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാഗായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തു. പിന്നെ അനിയത്തി അവൾക്ക് കളർ എടുത്തിട്ടില്ലാണ്ട് മണ്ടി പണിയിട്ട് വേഗം ബില്ലിൻ്റെ നല്ല തിരക്കായിരുന്നു, നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അത്ര തിരക്കുണ്ടായില്ല, പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു.
ബില്ലാക്കിനോടത്ത് പിന്നെയും വേണ്ടിപ്പോൾ അതിന് കുറേ സാധനങ്ങൾ ലിപ്സ്റ്റിക്കും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഇതാവുമല്ലോ അവിടെ ബില്ലാക്കുണ്ട്. അങ്ങനെ ബില്ലാക്കി നമ്മൾ പോവാണ്. ബില്ലാക്കിയിട്ട് സെക്യൂരിറ്റി പറഞ്ഞു ബില്ല് കാണിക്കുക. അങ്ങനെ സെക്യൂരിറ്റിക്ക് ബില്ലൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ എടുത്ത 3 കിറ്റുകളായിരുന്നു കേട്ടോ. അങ്ങനെ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് യൂണിഫോം വാങ്ങാനാണ്. യൂണിഫോം വാങ്ങാനാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇബ്ബ അടുത്ത് കൊടുത്തു. അങ്ങനെ ഇബ്ബ കാർ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കാർ എടുത്തിട്ട് വരാമായിരുന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞങ്ങൾ യൂണിഫോം വാങ്ങാമെന്ന് കരുതി. അങ്ങനെ യൂണിഫോം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പുലരിക്കാണ് പോകുന്നത്. അങ്ങനെ പുലരിക്ക് പോകണമെങ്കിൽ സിറ്റിൻ്റെയും ഒക്കെ എടുത്താട്ടോ ഈ ഒരു പുലരി. സിറ്റിന് നേരെ മുമ്പിലായിട്ടാണ് നമ്മൾ പുലരി വരുന്നത്. അങ്ങനെ പുലരിക്ക് ഞാൻ അവിടുന്ന് യൂണിഫോം വാങ്ങിയില്ല കേട്ടോ. അനിയത്തിക്കും അനിയനൊക്കെ വാങ്ങി, ഞാൻ വാങ്ങിയില്ല. ഞാൻ പിന്നെ വാങ്ങാൻ കരുതി. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ പുലരി കടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുലരിത്തെ ഒരു കടയാണ് കേട്ടോ ഇത് വുമൻസിൻ്റെ കടയും മറ്റേത് യൂണിഫോം ജെൻസിൻ്റെ കടയാണ്. യൂണിഫോമും ഉള്ളത് ജെൻസിൻ്റെ കടയിലാണ്. നമ്മൾ അങ്ങനെ അവിടുന്ന് യൂണിഫോം വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ യൂണിഫോം വാങ്ങാൻ കയറി. അങ്ങനെ യൂണിഫോം വാങ്ങി. പിന്നെ അടുത്തത് എനിക്ക് ഷാൾ എടുക്കാൻ വേണ്ടിയിട്ട് വുമൻസിൻ്റെ വന്നു. അപ്പോൾ അങ്ങനെ ഷാളൊക്കെ വാങ്ങി ബില്ലാക്കാൻ കൊടുത്തു. അപ്പോൾ എത്ര ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വാങ്ങിയ സാധനങ്ങൾ കാണിക്കാനായി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ആരും മറക്കല്ലേ.